സ്നേഹം ഉണ്ടായിരുന്നു. അത് ഒരു തോനെ ദിവസത്തേന്നും അല്ല, ഒരു 1-2 മാസം അത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ പറഞ്ഞു ഇനി അങ്ങനെ ഉണ്ടാവില്ല. കൊച്ചിന് അപ്പം തന്നെ എടുത്തിട്ട് ഞാൻ ഓടിയുള്ളൂ. എൻ്റെ കൈ കിടന്ന് പിടക്കായിരുന്നു. ഞാൻ പറഞ്ഞു മോളെ പേടിക്കട്ടെ, നമുക്ക് എത്ര പെട്ടെന്ന് ആശുപത്രിയിൽ പോകാമെന്ന്. സംസാരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ബ്ലഡ് എൻ്റെ ദേഹം മൊത്തം ബ്ലഡായിരുന്നു. നല്ല 1000 മുറിവായിരുന്നു, മാംസം എല്ലാം പുറത്ത് വന്നു. ഡിസംബർ 28 തിരുവനന്തപുരം വടശ്ശേരിക്കോണത്തെ നാട്ടുകാർക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ദിനമാണ്. പള്ളിച്ചൽ സ്വദേശിയായ 20-കാരൻ ഗോപു സുഹൃത്തായിരുന്ന സംഗീതയെ കൊല്ലാൻ ഉറച്ചു തന്നെയാണ് വടശ്ശേരിക്കോണത്തെ വീട്ടിലെത്തിയത്. പുലർച്ചെ 1:30-ഓടെ വീടിനു പുറത്തെത്തിയ സംഗീതയെ കത്തികൊണ്ട് മാരകമായി മുറിവേൽപ്പിച്ചു. കഴുത്തിന് ഗുരുതര പരിക്കേറ്റ് രക്തം വാർന്ന് ആ പെൺകുട്ടിയുടെ ജീവനറ്റു. കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകം. ഗോപുവും സംഗീതയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. എന്നാൽ വീട്ടുകാരിടപെട്ട് ബന്ധം അവസാനിപ്പിച്ചു. പ്രണയബന്ധത്തിന് അവസാനം കുറിക്കാൻ സംഗീത തീരുമാനിച്ചതോടെ ഗോപുവിന് പകയായി. അഖിൽ എന്ന പേരിൽ മറ്റൊരു നമ്പറിൽ സംഗീതയെ ബന്ധപ്പെട്ടു, അടുപ്പം സ്ഥാപിച്ചു. ഒന്ന് നേരിൽ കാണണമെന്നും പുറത്തേക്ക് വരണമെന്നും അഖിൽ എന്ന കള്ളപ്പേരിൽ ഗോപു സംഗീതയോട് ആവശ്യപ്പെട്ടു. പുലർച്ചെ പുറത്തിറങ്ങി വന്ന സംഗീത കാത്തുനിന്ന ഹെൽമറ്റ് ധരിച്ചയാൾ ഗോപുവാണെന്ന് മനസ്സിലാക്കി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പെൺകുട്ടിയെ അയാൾ കീഴ്പ്പെടുത്തി കഴുത്തു മുറിച്ചു. ഫോണും ആക്രമിക്കാൻ ഉപയോഗിച്ച കത്തിയും വീടിനു സമീപത്തു തന്നെ ഉപേക്ഷിച്ച് സംഗീതയുടെ മരണം കണ്ടാസ്വദിച്ച് ആ 20-കാരനായ കൊലയാളി ഇരുട്ടിലേക്ക് മറഞ്ഞു. പിടിയിലായപ്പോഴും ഭാവഭേദങ്ങളില്ലായിരുന്നു അയാൾക്ക്. തന്നെ വഞ്ചിച്ച് മറ്റു ബന്ധങ്ങൾക്ക് ശ്രമിച്ചതിനാൽ കൊന്നു എന്ന മറുപടി മാത്രം. പ്രണയപ്പകയുടെ പേരിൽ ചോര വീഴുന്ന സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട് ഇപ്പോഴും. ക്രൈം ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.